മൈഗ്രെയിൻ മിക്ക ആളുകൾക്കും ഒറ്റപ്പെടലാണ്. തലവേദനയുള്ള സമയത്ത് ലൈറ്റും സൗണ്ടും സ്മെല്ലും മാത്രമല്ല, സംസാരിക്കുന്നതും ഈവൻ മറ്റുള്ളവരുടെ പ്രസൻസ് പോലും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാം. ദേഷ്യപ്പെടാം, സങ്കടം വരാം, ഓവറായി റിയാക്ട് ചെയ്യാം, ഇറിറ്റബിൾ ആവാം. അതുകൊണ്ട് തന്നെ യാത്ര പോവാനോ കുറച്ചു നേരം ഫ്രണ്ട്സിനോടൊപ്പം സ്പെൻഡ് ചെയ്യാനോ തിയേറ്ററിൽ സിനിമ കാണാനോ റൂം മറ്റൊരാളുമായി ഷെയർ ചെയ്യാനോ ഇവർക്ക് സാധിക്കണമെന്നില്ല. മൈഗ്രെയിനിന്റെ പ്രശ്നങ്ങൾ മറ്റുള്ളവർ അറിയണ്ട, അല്ലെങ്കിൽ അത് അവർക്കൊരു ബുദ്ധിമുട്ടാവണ്ട എന്ന് വിചാരിച്ചാണ് പല ആളുകളും എല്ലാം ഒഴിവാക്കി മാറി നിൽക്കുന്നത്. ഇതൊക്കെ ചെയ്യുമ്പോൾ മൈഗ്രെയിൻ ഉണ്ടാവുമോ എന്ന പേടി, ആങ്സൈറ്റി എന്നിവയും ഒരു വലിയ ഫാക്ടറാണ്. എന്നാൽ ഇങ്ങനെ ഐസൊലേറ്റ് ചെയ്യുന്നത് കൊണ്ട് മാത്രം മൈഗ്രെയിൻ മാറുന്നുണ്ടോ? പല കാരണങ്ങൾ കൊണ്ടും നിങ്ങൾക്ക് ഫ്രീക്വന്റ് ആയി മൈഗ്രെയിൻ അറ്റാക്ക് ഉണ്ടാവാം. ശരിയായ ചികിത്സയാണ് ഇവിടെ ആവശ്യം. തലവേദനന്റെ ക്യാരക്ടർ, പ്രസന്റേഷൻ, ട്രിഗറിംഗ് ഫാക്ടേഴ്സ്, എഫക്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്നിവയെല്ലാം ഓരോ ആളുകളിലും വ്യത്യസ്തമായതുകൊണ്ട് തന്നെ ഇൻഡിവിജ്വലിസ്റ്റിക് ആയ ട്രീറ്റ്മെന്റ് ആണ് മൈഗ്രെയിനിന്റെ ഏക സൊല്യൂഷൻ. ഇങ്ങനെ ഒരു ചികിത്സാ രീതിയാണ് ഹോമിയോപ്പതിയിൽ ഫോളോ ചെയ്യുന്നത്. മൈഗ്രെയിൻ ഉള്ളത് കൊണ്ട് നിങ്ങൾ മാറ്റിവെക്കുന്ന കാര്യങ്ങൾ എന്തെന്ന് താഴെ കമന്റ് ചെയ്യുമല്ലോ. ബൈ.